ഇറാൻ, US-ഇസ്രായേൽ യുദ്ധം 10 ദിവസത്തെ സംഘർഷത്തിൽ 140-ലധികം അമേരിക്കൻ സൈനികർക്ക് പരിക്കേറ്റത്. പുതിയ വെളിപ്പെടുത്തലുകൾ. വെൽക്കം ടു ഡീൽസ് കേരള. മിഡിൽ ഈസ്റ്റ് വാർ ഡീറ്റെയിൽഡ് അപ്ഡേറ്റ്സ്. പശ്ചിമേഷ്യയിൽ അമേരിക്ക, ഇസ്രായേൽ, ഇറാൻ എന്നീ രാജ്യങ്ങൾ തമ്മിൽ പൊട്ടിപ്പുറപ്പെട്ട യുദ്ധം കൂടുതൽ രൂക്ഷമാകുകയാണ്. ഫെബ്രുവരി 28-ന് ആരംഭിച്ച സംഘർഷം ഇപ്പോൾ 11-ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുമ്പോൾ യുദ്ധത്തിന്റെ ആഘാതം വിവിധ രാജ്യങ്ങളിലേക്കും വ്യാപിച്ചിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ യുദ്ധത്തിൽ അമേരിക്കൻ സൈനികർക്ക് സംഭവിച്ച നഷ്ടങ്ങളെക്കുറിച്ച് പുതിയ വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഇറാനുമായുള്ള 10 ദിവസത്തെ യുദ്ധത്തിൽ ഏകദേശം 150ഓളം അമേരിക്കൻ സൈനികർക്ക് പരിക്കേറ്റതായി വിഷയത്തെക്കുറിച്ച് പരിചയമുള്ള 2 വൃത്തങ്ങൾ അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സിനോട് വെളിപ്പെടുത്തി. റോയിട്ടേഴ്സ് ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നതിന് മുൻപ് ഗുരുതരമായി പരിക്കേറ്റ 8 അമേരിക്കൻ സൈനികരുടെ വിവരങ്ങൾ പെന്റഗൺ പുറത്തുവിട്ടിരുന്നു. എന്നാൽ റിപ്പോർട്ട് പുറത്തുവന്നതിനു പിന്നാലെ പെന്റഗൺ ഔദ്യോഗിക പ്രതികരണം നൽകി. പെന്റഗൺ ചീഫ് വക്താവ് ഷോൺ പാർനെൽ പറയുന്നതനുസരിച്ച് ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി ആരംഭിച്ചതിനു ശേഷം നടന്ന തുടർച്ചയായ ആക്രമണങ്ങളിൽ ഏകദേശം 140 അമേരിക്കൻ സൈനികർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇവരിൽ 108 സൈനികർ ഇതിനകം തന്നെ ഡ്യൂട്ടിയിലേക്ക് തിരിച്ചെത്തിയതായും ഗുരുതരമായി പരിക്കേറ്റ 8 പേർക്ക് ഉയർന്ന നിലവാരത്തിലുള്ള ചികിത്സ നൽകുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. സ്ഫോടനങ്ങളോടനുബന്ധിച്ചുണ്ടാകുന്ന ട്രോമാറ്റിക് ബ്രെയിൻ ഇഞ്ചുറി അഥവാ തലച്ചോറിന് സംഭവിക്കുന്ന ആഘാതപരമായ പരിക്കുകൾ അടക്കമുള്ളവയാണ് പലർക്കും സംഭവിച്ചതാകാമെന്നാണ് വിലയിരുത്തൽ. എന്നാൽ പരിക്കുകളുടെ കൃത്യമായ സ്വഭാവം ഇപ്പോഴും വ്യക്തമല്ല. ഇറാന്റെ തിരിച്ചടികൾ. ഫെബ്രുവരി 28-ന് ആരംഭിച്ച ആക്രമണങ്ങൾക്ക് പിന്നാലെ ഇറാൻ ശക്തമായ പ്രതികാര നടപടികൾ ആരംഭിച്ചു. അമേരിക്കൻ സൈനിക താവളങ്ങൾക്കെതിരെ മാത്രമല്ല, ഗൾഫ് മേഖലയിലെ നയതന്ത്ര കേന്ദ്രങ്ങൾ, വിമാനത്താവളങ്ങൾ, ഹോട്ടലുകൾ, ഇന്ധന അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയ്ക്കെതിരെയും ഇറാൻ ആക്രമണം നടത്തിയെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അതേസമയം അമേരിക്കൻ സൈന്യം ഇറാന്റെ ആയുധശേഖരങ്ങളെയും മിസൈൽ ലോഞ്ചറുകളെയും ലക്ഷ്യമിട്ട് നടത്തിയ വ്യോമ ആക്രമണങ്ങൾ കാരണം ഇറാന്റെ ആക്രമണങ്ങളുടെ എണ്ണം പിന്നീട് കുറയാൻ തുടങ്ങിയതായി പെന്റഗൺ അവകാശപ്പെടുന്നു. യുദ്ധത്തിന്റെ ആദ്യഘട്ടത്തിൽ ഇറാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ ശക്തനായ എതിരാളിയാണോ എന്ന് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ US ജോയിന്റ് ചീഫ്സ് ഓഫ് സ്റ്റാഫ് ചെയർമാൻ ജനറൽ ഡാൻ കെയ്ൻ പ്രതികരിച്ചു. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ, ഇറാൻ പോരാടുന്നു, അത് ഞങ്ങൾ ബഹുമാനിക്കുന്നു. എന്നാൽ ഞങ്ങൾ കരുതിയതിലധികം ശക്തരാണ് എന്ന് ഞാൻ കരുതുന്നില്ല. ഇസ്രായേലിലെ ആക്രമണങ്ങളും അഭ്യൂഹങ്ങളും. ഇസ്രായേലിനെയും അമേരിക്കയെയും ലക്ഷ്യമിട്ടുള്ള ഇറാന്റെ മിസൈൽ ആക്രമണങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ടെൽ അവീവ് ഉൾപ്പെടെയുള്ള നിരവധി നഗരങ്ങളിൽ ഇറാൻ ആക്രമണം നടത്തിയെന്ന് റിപ്പോർട്ടുകളുണ്ട്. ഈ ആക്രമണങ്ങളിൽ ഇസ്രായേൽ ദേശീയ സുരക്ഷാ മന്ത്രി ഇട്ടാമർ ബെൻഗ്വിർ കൊല്ലപ്പെട്ടുവെന്നും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ സഹോദരൻ ഇദോ നെതന്യാഹു മരിച്ചതായും സമൂഹമാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. എന്നാൽ ഈ വിവരങ്ങൾക്ക് ഇതുവരെ ഇസ്രായേൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഔദ്യോഗിക സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല. അന്താരാഷ്ട്ര വാർത്താ ഏജൻസികളും ഇസ്സംബന്ധിച്ച് റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിട്ടില്ല. ചില ഇറാനിയൻ മാധ്യമങ്ങൾ പറയുന്നതനുസരിച്ച് ടെൽ അവീവിലെ ബെൻഗ്വിറിന്റെ വീടിനു നേരെ മിസൈൽ ആക്രമണം നടന്നുവെന്നാണ് ആരോപണം. എന്നാൽ ഈ ആക്രമണത്തെക്കുറിച്ചും സ്ഥിരീകരണമില്ല. ഏറ്റവും തീവ്രമായ വ്യോമാക്രമണം. യുദ്ധം കൂടുതൽ കടുത്ത ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാനെതിരെ നടത്തിയ വ്യോമ ആക്രമണങ്ങൾ ഇതുവരെ കണ്ടതിൽ ഏറ്റവും ശക്തമായതാണ് എന്ന് പെന്റഗൺ വ്യക്തമാക്കി. US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സേത്ത് അറിഞ്ഞത് ഇങ്ങനെയാണ്: ഇന്ന് ഇറാനിൽ നടക്കുന്ന ആക്രമണങ്ങൾ ഏറ്റവും തീവ്രമായിരിക്കും. ഏറ്റവും കൂടുതൽ പോരാളികൾ, ഏറ്റവും കൂടുതൽ ബോംബർമാർ, ഏറ്റവും കൂടുതൽ ആക്രമണങ്ങൾ. ടെഹ്റാനിലെ താമസക്കാർ പറയുന്നത്, കഴിഞ്ഞ രാത്രിയാണ് യുദ്ധത്തിലെ ഏറ്റവും ഭീകരമായ ബോംബാക്രമണ രാത്രി. ഒരു താമസക്കാരൻ പറഞ്ഞതിങ്ങനെ: അത് നരകതുല്യമായിരുന്നു. ടെഹ്റാന്റെ എല്ലാ ഭാഗങ്ങളിലും ബോംബുകൾ വീഴുകയായിരുന്നു. എന്റെ കുട്ടികൾക്ക് ഇപ്പോൾ ഉറങ്ങാൻ പോലും ഭയമാണ്. സ്കൂൾ ആക്രമണ വിവാദം. ഇതിനിടെ ഇറാനിലെ മിനാബിൽ 165 വിദ്യാർത്ഥിനികളുടെ മരണത്തിന് കാരണമായ സ്കൂൾ ആക്രമണത്തെക്കുറിച്ച് വലിയ വിവാദമാണ് ഉയരുന്നത്. അന്വേഷണാത്മക പത്രപ്രവർത്തക സംഘടനയായ ബെല്ലിംഗ് കാറ്റ് പുറത്തുവിട്ട ദൃശ്യങ്ങൾ പ്രകാരം ആക്രമണത്തിൽ ഉപയോഗിച്ചത് അമേരിക്കൻ സൈന്യത്തിനുള്ള ടൊമാഹോക്ക് ക്രൂയിസ് മിസൈലാണെന്ന് സംശയിക്കുന്നു. ഇത് അമേരിക്കയ്ക്കെതിരായ ആരോപണങ്ങൾക്ക് ശക്തി പകരുന്നതാണ്. ഈ ആക്രമണം ഇറാൻ തന്നെ മിസൈൽ പരാജയപ്പെട്ടതിന്റെ ഫലമാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുൻപ് പറഞ്ഞിരുന്നു. എന്നാൽ പുതിയ തെളിവുകൾ ആ വാദത്തെ ചോദ്യം ചെയ്യുന്നതാണ്. റഷ്യയുടെ പിന്തുണ. ഇതിനിടെ ഇറാൻ യുദ്ധത്തിൽ റഷ്യയുടെ പങ്കിനെക്കുറിച്ച് അമേരിക്കൻ രാഷ്ട്രീയ രംഗത്ത് ആശങ്ക ഉയരുന്നുണ്ട്. ഡെമോക്രാറ്റിക് സെനറ്റർമാർ പറയുന്നത് റഷ്യ ഇറാന് രഹസ്യാന്വേഷണ വിവരങ്ങൾ നൽകി സഹായിക്കുകയാണ് എന്നാണ്.
ന്യൂഹാംഷയറിലെ സെനറ്റർ ജീൻ ഷാഹിൻ പറയുന്നത് ഇങ്ങനെയാണ്: റഷ്യയും ചൈനയും ഇറാനും ഉത്തര കൊറിയയും ചേർന്ന് ഒരു അച്ചുതണ്ട് രൂപപ്പെടുന്നുവെന്ന് തോന്നുന്നു. അത് അമേരിക്കയുടെ നാഷണൽ സെക്യൂരിറ്റിക്ക് വലിയ ഭീഷണിയാണ്. ഹോർമുസ് കടലിടുക്ക് സംഘർഷം. ലോകത്തിലെ എണ്ണ കയറ്റുമതിയുടെ പ്രധാന പാതയായ ഹോർമുസ് കടലിടുക്ക് യുദ്ധത്തിന്റെ മറ്റൊരു കേന്ദ്രമായി മാറുകയാണ്. അമേരിക്കൻ സൈന്യം 16 ഇറാനിയൻ മൈൻ പതിപ്പിക്കുന്ന കപ്പലുകൾ നശിപ്പിച്ചതായി US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. ഇറാൻ ഗൾഫിൽ നിന്നുള്ള എണ്ണ കയറ്റുമതി തടയും എന്ന മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. അതേസമയം കപ്പലുകൾക്ക് സുരക്ഷ നൽകാൻ അമേരിക്കൻ നാവികസേന തയ്യാറാണെന്ന് വൈറ്റ് ഹൌസ് വ്യക്തമാക്കി. ഇറാനിൽ അറസ്റ്റ്. യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഇറാൻ രാജ്യത്തിനുള്ളിൽ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. ഇസ്രായേലിനും അമേരിക്കയ്ക്കും വേണ്ടി ചാരപ്രവർത്തനം നടത്തിയെന്നാരോപിച്ച് ഡസൻ കണക്കിന് ആളുകളെ അറസ്റ്റ് ചെയ്തതായി ഇറാൻ അറിയിച്ചു. ഇതുവരെ ഏകദേശം 81 പേരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് എന്നാണ് ഇറാൻ പോലീസ് പറയുന്നത്. പുതിയ പരമോന്നത നേതാവ്. അതേസമയം മുൻ പരമോന്നത നേതാവായ അയാത്തുള്ള അലി ഖമേനിയുടെ മരണത്തിനു ശേഷം അദ്ദേഹത്തിന്റെ മകൻ മുജ്തബ ഖമേനി പുതിയ പരമോന്നത നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന് റിപ്പോർട്ടുകളുണ്ട്. ഇറാന്റെ റെവല്യൂഷണറി ഗാർഡുകളുടെ ശക്തമായ പിന്തുണയോടെയാണ് ഈ തീരുമാനം വന്നതെന്നാണ് ചില സീനിയർ വൃത്തങ്ങൾ പറയുന്നത്. എന്നാൽ ഈ നിയമനത്തെ ചുറ്റിപ്പറ്റി ഇറാനിലെ രാഷ്ട്രീയ വൃത്തങ്ങളിൽ തന്നെ അഭിപ്രായ ഭിന്നതകൾ ഉയരുന്നുണ്ട്. സംഘർഷത്തിന്റെ ഭാവി. ഇതിനിടെ ലെബനോനിലെ ഹിസ്ബുള്ളയും ഇസ്രായേലുമായി വലിയ യുദ്ധത്തിന് തയ്യാറെടുക്കുകയാണെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. പൂർണ്ണമായ ഒരു പ്രാദേശിക യുദ്ധത്തിലേക്ക് സംഘർഷം വ്യാപിക്കാനുള്ള സാധ്യതയെക്കുറിച്ച് അന്താരാഷ്ട്ര സമൂഹം ആശങ്ക പ്രകടിപ്പിക്കുകയാണ്. പശ്ചിമേഷ്യയിലെ ഈ യുദ്ധം ഇനി ഏതു ദിശയിലേക്ക് പോകും? ഇറാൻ, അമേരിക്ക, ഇസ്രായേൽ സംഘർഷം ലോകത്തെ ഒരു വലിയ യുദ്ധത്തിലേക്ക് നയിക്കുമോ? അടുത്ത ദിവസങ്ങൾ ഈ ചോദ്യങ്ങൾക്ക് നിർണായകമായ മറുപടി നൽകും.